നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 ഓഗസ്റ്റ് 3 ശനിയാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ സംശീകരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്ന് ആദ്യം പരിശോധിക്കുന്നത് മാതൃഭൂമി പത്രമാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജ് പരിശോധിക്കുമ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്ന വാർത്തയാണ് നീറ്റ് UG മെഡിക്കൽ പ്രവേശനം സമയക്രമം പ്രസിദ്ധപ്പെടുത്തി. രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 14 മുതൽ, ചോയ്സ് ഫില്ലിംഗ് ഓഗസ്റ്റ് 16 മുതൽ, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അതായത് നീറ്റ് UG അടിസ്ഥാനമാക്കിയുള്ള അഖിലേന്ത്യാതല അലോട്ട്മെൻറ്റിൻ്റെ താൽക്കാലിക സമയക്രമം mcc.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തി. MBBS, BDS, BSc നഴ്സിംഗ് എന്നീ പ്രോഗ്രാമുകളിലെ നിശ്ചിത സീറ്റുകളാണ് പ്രവേശന പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രജിസ്ട്രേഷന് വേണ്ടി ആദ്യ റൗണ്ട്, രണ്ടാം റൗണ്ട്, മൂന്നാം റൗണ്ട് എന്നിങ്ങനെ 3 വിവിധ ഘട്ടങ്ങളായിട്ടാണ് പ്രോസസ്സിംഗ് നടത്തുക. കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ mcc.nic.in രജിസ്ട്രേഷൻ നടത്തി രജിസ്ട്രേഷൻ ഫീസും സെക്യൂരിറ്റി ഡിപ്പോസിറ്റും അടച്ച് അതിനുശേഷം ചോയ്സ് ഫില്ലിംഗ് നടത്താം. ആദ്യ റൗണ്ടിലേക്ക് ഓഗസ്റ്റ് 14 മുതൽ ആരംഭിക്കുന്നു. രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ തുകയടയ്ക്കാനുള്ള സൗകര്യം 20-ാം തീയതി വൈകിട്ട് 3 വരെ അനുവദിച്ചിരിക്കുന്നു. രജിസ്ട്രേഷൻ നടത്തി തുക അടച്ച ശേഷം ചോയ്സ് ഫില്ലിംഗ് സൗകര്യം 16 മുതൽ 20-ാം തീയതി രാത്രി 11:55 വരെ. ചോയ്സ് ലോക്കിംഗ് 20-ന് വൈകിട്ട് 4 മുതൽ രാത്രി 11:55 വരെ മാത്രം. ആദ്യ അലോട്ട്മെൻറ്റ് ഫലം 23-ന്. കോളേജ് അല്ലെങ്കിൽ സ്ഥാപനത്തിലുള്ള റിപ്പോർട്ടിംഗ് 24 മുതൽ 29 വരെ. വീണ്ടും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രണ്ടാം റൗണ്ട് നടപടികൾ സെപ്റ്റംബർ 5-ന് തുടങ്ങും. പുതിയ രജിസ്ട്രേഷൻ 10-ന് ഉച്ചയ്ക്ക് 12 വരെ. ചോയ്സ് ഫില്ലിംഗ് 6 മുതൽ 10-ന് രാത്രി 11:55 വരെ. ലോക്കിംഗ് 10-ാം തീയതി വരെ. രണ്ടാം അലോട്ട്മെൻറ്റ് ഫലം 13-ാം തീയതി പ്രസിദ്ധപ്പെടുത്തും. റിപ്പോർട്ടിംഗ് സൗകര്യം 14 മുതൽ 20 വരെ. വീണ്ടും മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അലോട്ട്മെൻറ്റ് നടപടികൾ സെപ്റ്റംബർ 26-നാണ് ആരംഭിക്കുന്നത്. രജിസ്ട്രേഷൻ ബാധകമെങ്കിൽ ഒക്ടോബർ 2 വരെ സൗകര്യമുണ്ട്. ചോയ്സ് ഫില്ലിംഗ് സെപ്റ്റംബർ 27, ലോക്കിംഗ് ഒക്ടോബർ 2 വരെ. സീറ്റ് അലോട്ട്മെൻറ്റ് ഫലം 5-ന്. റിപ്പോർട്ടിംഗ് 6 മുതൽ 12 വരെ. ഓൺലൈൻ സ്റ്റേ വേക്കൻസി റൗണ്ട് നടപടികൾ ഒക്ടോബർ 16-ന് തുടങ്ങും. രജിസ്ട്രേഷൻ 20 വരെ. ചോയ്സ് ഫില്ലിംഗ് 17 മുതൽ 20 വരെ. ലോക്കിംഗ് സൗകര്യം 20-ന്. ഫലം വരുന്നത് 23-ാം തീയതി. സ്ഥാപനത്തിലെ റിപ്പോർട്ടിംഗ് പറഞ്ഞിരിക്കുന്നു 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെ. ഇനി മറ്റൊരു വാർത്ത പറയുന്നു കേരളത്തിലെ മെഡിക്കൽ പ്രവേശനത്തെപ്പറ്റി. നീറ്റ് UG പ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് അലോട്ട്മെൻറ്റ് 14-ന് ആരംഭിക്കും. പ്രവേശന നടപടികൾ ആരംഭിക്കണമെങ്കിൽ കേരള മെഡിക്കൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കണം. അതിനുള്ള നടപടികൾ കേരള പ്രവേശന പരീക്ഷാ കമ്മീഷണർ താമസിയാതെ തുടങ്ങും. ഈ വർഷത്തെ വിജ്ഞാപനത്തിൽ മാർക്ക്, സബ്മിഷൻ, കൺഫർമേഷൻ നടപടിക്രമം വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്രകാരം വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് കേരളത്തിലെ മെഡിക്കൽ റാങ്ക് പട്ടിക തയ്യാറാക്കുക. കീം 2024 മെഡിക്കൽ അലൈഡ് അപേക്ഷ നൽകിയവരുടെ നീറ്റ് UG 2024 റാങ്ക് അടിസ്ഥാനമാക്കിയാണ് കേരള മെഡിക്കൽ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. ആയുർവേദ റാങ്ക് പട്ടിക പ്രത്യേകമായിട്ട് പ്രസിദ്ധപ്പെടുത്തും. കൂടാതെ കാറ്റഗറി വൈസിലുള്ള പട്ടികകൾ, അതായത് മെഡിക്കൽ അലൈഡ് ആയുർവേദ റാങ്ക് പട്ടികകൾ തയ്യാറാക്കിയ ശേഷം താൽക്കാലിക കാറ്റഗറി പട്ടികയും പ്രസിദ്ധപ്പെടുത്തും. ഒരു വിദ്യാർത്ഥിക്ക് ദേശീയ കൗൺസിലിങ്ങിലും സംസ്ഥാന കൗൺസിലിങ്ങിലും പങ്കെടുക്കത്തക്ക രീതിയിലാണ് 2 കൗൺസിലിങ്ങുകളും ക്രമീകരിക്കുക. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം ഇന്നത്തെ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി മലയാള മനോരമ പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസം പേജിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാന വാർത്തയാണ് മിലിറ്ററി നഴ്സിംഗ്. പെൺകുട്ടികൾക്ക് സൗജന്യ പരിശീലനവും കമ്മീഷൻഡ് ഓഫീസർ പദവിയും. തീർത്തും സൗജന്യമായി താമസ സൗകര്യവും ഭക്ഷണവും യൂണിഫോമും നൽകി പെൺകുട്ടികളെ 4 വർഷത്തെ BSc നഴ്സിംഗ് സ്റ്റൈഫൻഡോടെ ചിട്ടയായി പരിശീലിപ്പിച്ച് സായുധ സേനയിൽ കമ്മീഷൻഡ് ഓഫീസർ നിയമനം നൽകുന്ന പദ്ധതി 7-ന് രാത്രി 11 വരെ രജിസ്റ്റർ ചെയ്യാം. ഓൺലൈനായി അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ്
www.joinindianarmy.nic.in. നീറ്റ് 2024 റാങ്ക് പട്ടികയും കൂടാതെ ഡൽഹിയിലെ ബേസ് ഹോസ്പിറ്റലിൽ നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത സ്ക്രീനിംഗ് ടെസ്റ്റും സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഇൻ്റർവ്യൂവും പരിഗണിച്ചാണ് സെലക്ഷൻ നടത്തുക. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.